വയനാട്ടിൽ അവശേഷിക്കുന്ന പാറക്കുന്നുകൾ കൂടി ഭൂമാഫിയ കൈയടക്കുന്നു. അനുമതിയുള്ളതും ഇല്ലാത്തതുമായ 200ഓളം ക്വാറികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ പലതും നിയമക്കുരുക്കിൽപ്പെട്ട് പ്രവർത്തനം നിലച്ചവയാണ്. ഇതിനിടെയാണ് പൊന്നും വിലയ്ക്ക് പാറക്കുന്നുകൾ വ്യാപകമായി വാങ്ങിക്കൂട്ടി ഖനനത്തിനുള്ള നീക്കം. മേപ്പാടി പഞ്ചായത്തിലെ മാണ്ടാട്, മുണ്ടുപാറക്കുന്ന്, 100 ഏക്കർ പ്രദേശങ്ങളിലെ 20 ഏക്കറോളം വിസ്തൃതിയുള്ള കുന്നുകൾ വിലക്കെടുത്താണ് മുക്കം കേന്ദ്രീകരിച്ചുള്ള സംഘത്തിൻ്റെ നേതൃത്വത്തിൽ മരംമുറി തകൃതിയിൽ നടക്കുന്നത്. ഈട്ടി, മരുത്, ചടച്ചി ഉൾപ്പെടെ വിലപിടിപ്പുള്ള കൂറ്റൻ മരങ്ങൾ ഇപ്പോഴും മുറിച്ചു കടത്തിക്കൊണ്ടിരിക്കുന്നു. പാറകൾക്കിടയിൽ സമൃദ്ധമായി നിലകൊള്ളുന്ന മരങ്ങൾ വെട്ടിവെളുപ്പിച്ച ശേഷമാണ് പാറഖനനത്തിന് നീക്കം. മുണ്ടുപാറക്കുന്നിന് സമീപം 100ഓളം കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. മലയിടിച്ചുകൊണ്ടുള്ള ഖനനം ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ ആക്ഷൻ സമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ഞങ്ങൾക്കും ഞങ്ങളുടെ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതിനെ ഞങ്ങൾ ഏതൊക്കെ രീതിയിൽ തടയാൻ പറ്റുമോ ആ എല്ലാ രീതിയിലും ഞങ്ങൾ തടയാനാണ് ഞങ്ങളുടെ ഇവിടുത്തെ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ മരണം വരെയും ഇതിനെതിരായി ഞങ്ങൾ പോരാടും. മുണ്ടുപാറക്കുന്നിൽ നിന്ന് നിരവധി നീരുറവകൾ പൊട്ടിയൊഴുകുന്നുണ്ട്. പാറഖനനം തുടങ്ങുന്നതോടെ ഇവയുടെ ഒഴുക്കും നിലയ്ക്കും. ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങൾ ഇവിടെ നിന്ന് കടത്തിക്കഴിഞ്ഞു. ഇതിന് സമീപത്തുള്ള മാണ്ടാട് വർഷങ്ങളോളം പാറഖനനം നടന്നിരുന്നു. മാണ്ടാട് ക്വാറി പ്രവർത്തനത്തിനിടെ 3 പേർ അതിദാരുണമായി കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് ലൈസൻസ് നിഷേധിച്ചതോടെ ഈ ക്വാറിയുടെ പ്രവർത്തനം നിലച്ചിരുന്നു. ഇതിന് സമീപമാണിപ്പോൾ ഖനനത്തിനായി മരക്കാടുകൾ വെട്ടിവെളുപ്പിക്കുന്നത്. ഈ മലയൊന്നാകെ ഭൂമാഫിയ കൈയടക്കി കഴിഞ്ഞു. ഇനി ഇവിടെയുള്ള മരങ്ങൾ പൂർണ്ണമായും മുറിച്ചു മാറ്റപ്പെടും. ഒപ്പം തന്നെ പാറക്കെട്ടുകളൊന്നാകെ തകർത്തു തരിപ്പണമാക്കുകയും ചെയ്യും. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ഇന്ത്യ വിഷൻ.